إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 26-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, വഇദ് ബവ്വഅനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം മക്കാനൽ ബൈത്തി, ആ വീട്ടിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കഅബത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഇബ്രാഹിമേ നീ ഇവിടെ ഈ കഅബം പുനർനിർമ്മിക്കണം. അങ്ങനെ ആ കൽപ്പന ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന രൂപത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂട്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബ പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാ തുശ്രിക് ബി ശൈഅ, എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാതെ, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, എന്തെങ്കിലും ശിർക്കോ കുഫ്റോ ഉണ്ടാകാൻ പാടില്ല. ഇത് എല്ലാ കാലത്തും എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഉപദേശമാകുന്നു. ആ നബിമാരുടെ അനുയായികൾക്കുമുള്ള ഉപദേശമാകുന്നു. എന്റെ വീട്ടിനെ ശുദ്ധീകരിച്ചു വെക്കണം. തവാഫ് ചെയ്യുന്നവർക്ക്, ആ കഅബത്തെ പ്രദർശനം വെക്കുന്നവർക്ക് വേണ്ടി ആ കഅബത്തിനെ ശുദ്ധീകരിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ പരിസരം കൃത്യമായി ശുദ്ധീകരിക്കുക മാത്രമല്ല, യാതൊരു ശിർക്കോ കുഫ്റോ അതിന്റെ പരിസരത്തെങ്ങും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതാണ് പ്രധാനപ്പെട്ട ശുദ്ധി. ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും അതുപോലെ മറ്റു മാലിന്യങ്ങളിൽ നിന്നും ആ പരിസരം മുഴുവനും ശുദ്ധീകരിക്കണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടുള്ള കൽപ്പന. നിൽക്കുന്നവർക്കും എന്ന് പറഞ്ഞാൽ നിന്ന് ആരാധന നടത്തുന്നവർ, അതായത് നമസ്കാരം പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും, ആ നമസ്കാരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് റുക്കൂഉം സുജൂദും. അങ്ങനെ ആ റുക്കൂലായിക്കൊണ്ടും സുജൂദിലായിക്കൊണ്ടും ആ കഅബത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന ആ പരിസരം കൂടി ജനങ്ങൾക്ക് വേണ്ടി അതിനെ പരിശുദ്ധമാക്കി വെക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായത്. ആ കൽപ്പന പരിപൂർണമായി ഏറ്റെടുത്തുകൊണ്ട് അങ്ങേയറ്റം വിനയത്തോടുകൂടി മുഗ്ധതയോടുകൂടി ആ കർമ്മം അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൂർത്തീകരിക്കുകയാണുണ്ടായത്. ആ കഅബയാണ് ഇന്നും നാം പലതരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചൊക്കെ പുതുക്കി പണിതിട്ടുമുണ്ട്. എന്നാലും ഇന്നും ആ കഅബ അതേപടി നിലകൊള്ളുന്നു. അതിനെയാണ് ലോക മുസ്ലിമീങ്ങൾ തവാഫ് ചെയ്യുന്നതും അവിടെ വെച്ചുകൊണ്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.